കോതങ്ങാരം കുന്നംകുളങ്ങര ഇല്ലം വാസുദേവൻ നമ്പൂതിരിയുടെ ഇല്ലത്ത് വെച്ച് നടത്തിവരുന്ന മൂന്നാമത് സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. മാർച്ച് 11 ആരംഭിച്ച യജ്ഞം മാർച്ച് 18 സമാപിക്കും. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നുവരുന്നത്. വാതിൽ തുറന്നിട്ടിട്ട് കണ്ടപ്പോൾ എനിക്കൊരു സംശയം, പശുക്കുട്ടീൻ്റെ അകത്ത് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അകത്തേന്ന് കയറിയിട്ടില്ല. ആ പടിയുടെ അടുത്ത് നിന്ന് ഞാൻ തല പൊക്കി നോക്കിയപ്പോ കുടത്തിൻ്റെ ഉള്ളിൽ എന്തോ വെളുത്തൊരു സാധനം. ഇപ്പൊ വെളുത്ത പശുക്കുട്ടിയെ കാണാണ്ടായത്. അപ്പൊ എനിക്കൊരു സംശയം, പശുക്കുട്ടിയായിരിക്കോ, പശുക്കുട്ടിയാണോ കുടത്തിൻ്റെ ഉള്ളിൽ എന്ന് നോക്കാൻ വേണ്ടി കൈയിട്ടപ്പോ ഇവിടെ ഒരു ഈച്ച വന്നിരുന്നു. അതിനെ കളയാൻ വേണ്ടിയിട്ട് ഇവിടെ കൈവച്ച, ഇവിടെ കുറച്ച് വെണ്ണ കാണുന്നില്ലേ, അങ്ങനെ പറ്റിയത്. അല്ലാണ്ട് ഞാൻ വെണ്ണ തിന്നിട്ടേയില്ല. വദനേ നവനീതഗന്ധവാഹം, വെണ്ണ തിന്നിട്ടില്ല എന്ന് വായ തുറക്കുമ്പോ തന്നെ വാസന വരുന്നുണ്ട്. ഇത് കേട്ടപ്പോ ആ ഗോപിക പറഞ്ഞു, കൃഷ്ണ, കളവ് പറയുമ്പോഴേ കുറച്ച് ബാക്കിയുള്ളവരെ വിശ്വസിക്കണ കളവ് പറയണം. എന്തേ, ഈ കുളത്തിൻ്റെ ഉള്ളില് പശുക്കുട്ടി പോവോ? അപ്പോ ഇവൻ പറയാ, യശോദേ, കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. കാരണവന്മാരോ? എന്താ കാരണവന്മാര് പറഞ്ഞത്? കുന്തം പോയാൽ കുടത്തിൽ കുന്തം പോകുന്നൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. പശുക്കുട്ടിയാണോ എന്ന് ഞാൻ നോക്കി, പശുക്കുട്ടി അല്ല, മനസ്സിലായി. എനിക്ക് നിന്റെ വെണ്ണയും കുടൊന്നും വേണ്ട എന്നും പറഞ്ഞ് കൊടാടിട്ടിട്ട് പോവുകയും ചെയ്തു. സത്യം പറയട്ടെ യശോദേ, ഇവൻ പറയുന്ന സമയത്ത് എനിക്കും തോന്നി സത്യല്ലേ പറയുന്ന സമയം. പിന്നെ കുറച്ച് സമയം ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, പറ്റിച്ചു. ഇങ്ങനെ ഓരോ പരാതികൾ യശോദയുടെ മുൻപിൽ വന്ന് ഗോപികമാരങ്ങനെ മാറി പറയുമ്പോൾ യശോദ പറയും, ഹേ ഗോപികമാരെ, നിങ്ങൾ എന്തിനാ? ഭാഗവത പാരായണം കക്കഞ്ചേരി ഇല്ലത്ത് ശ്രീമണി അന്തർജനമാണ് നടത്തിവരുന്നത്. 11-ാം തീയതി രാവിലെ നാരായണീയ പാരായണം നടന്നു. വൈകുന്നേരം ഭാഗവത മഹാത്മ പാരായണവും പ്രഭാഷണവും ആയടം കേശവൻ നമ്പൂതിരി നിർവഹിച്ചു. എല്ലാ ദിവസവും അന്നദാനത്തോടു കൂടി നടന്നുവരുന്ന പരിപാടിയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തു വരുന്നത്. 2025 മാർച്ച് 11 മുതൽ തുടങ്ങിയിട്ടുള്ള സപ്താഹ യജ്ഞമാണിത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഭഗവാന്റെ അവതാരം, ഇന്ന് രുക്മിണി സ്വയംവരം, നാളെ വിജയോപാഖ്യാനം, മറ്റന്നാൾ ഉച്ചയോടുകൂടി ഈ യജ്ഞ സമാപനം നടക്കുകയാണ്. ഇതൊരു ലോകോപകാരം എന്നുള്ള നിലയ്ക്കും ഒരു സത്സംഗം എന്നുള്ള നിലയ്ക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി ചെയ്യുന്ന ഒരു ഈശ്വരീയ കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്യുന്നത്. 18-ാം തീയതി ഉച്ചയ്ക്ക് അന്നദാനത്തോടുകൂടി പരിപാടി സമാപിക്കും. ഭാഗവത സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നുവരുന്നത്. സർവവേദാന്ത സാരമായി വിളങ്ങുന്നതായ പുണ്യഗ്രന്ഥമാണ് വേദവ്യാസരചിതമായ ശ്രീമദ്ഭാഗവതം. കലിയുഗത്തിൽ വേണ്ടതുപോലെ വേദപഠനമോ ഇതിഹാസ പുരാണാദികളെ മുഴുവനും പഠിക്കാനും സാധിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ ആ വേദ ഇതിഹാസങ്ങളുടെ മുഴുവൻ സാരത്തെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ ഭഗവാന്റെ അവതാരലീലകളായും ഉപദേശങ്ങളായും ഭക്തന്മാരുടെ അനുഭവ കഥകളായും പാടിത്തരുന്ന പുണ്യഗ്രന്ഥം. ആ ഭാഗവതത്തെ 7 നാളുകളിലായി കേൾക്കാനും ആ രഹസ്യങ്ങളെ, കഥാതത്വങ്ങളെ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് ഭാഗവത സപ്താഹയജ്ഞം. അത്തരത്തിലുള്ള ഭാഗവത സപ്താഹയജ്ഞത്തിൽ പങ്കെടുത്ത് ഭഗവത് കഥകളെയും ഭാഗവത ധർമ്മത്തെയും വേണ്ടതുപോലെ വേദസാരത്തെയും അറിയാൻ ഏതൊരു സാധാരണക്കാരനും സാധിക്കും എന്ന് തന്നെയാണ് ഈ കലിയുഗത്തിൽ ഭാഗവതത്തെ ഇത്ര ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്.